മകളെ തേർഡ് അലോട്ട്മെന്റ് ഡേറ്റ് എന്നാണ്. അലോട്ട്മെന്റിൽ കിട്ടിയവരും കിട്ടാത്തവരും ഇനി എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നിലവിൽ താൽക്കാലിക പ്രവേശനത്തിൽ തുടരുന്ന കുട്ടികൾ ഉണ്ടാകും. അവർ പുതിയ സ്കൂൾ കിട്ടിയാൽ എന്ത് ചെയ്യണം? തേർഡ് അലോട്ട്മെന്റ് വരെ ഒരു സ്കൂളും ലഭിക്കാത്തവർക്ക് ഇനി എന്താണ് അടുത്ത ഓപ്ഷൻ? ഈ കാര്യങ്ങളൊക്കെ ഈ ഇൻഫർമേഷൻ ഒക്കെ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുഞ്ഞുമക്കൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ തുടങ്ങും അല്ലേ? സപ്ലിമെന്ററി അലോട്ട്മെന്റും കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം എല്ലാം കൂടെ കൂടി കുഴഞ്ഞു പോകുന്നതുകൊണ്ടാണ് അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പൊ മക്കളെ, ഇപ്പോ നിലവിൽ താൽക്കാലിക അഡ്മിഷനിൽ തുടരുന്ന കുട്ടികളുണ്ടാകും, താൽക്കാലികമായിട്ട് ഏതെങ്കിലും സ്കൂളിൽ തുടരുന്നവരുണ്ടാകും. സെക്കൻഡ് അലോട്ട്മെന്റ് വന്നപ്പോൾ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ എടുത്തിട്ടുണ്ടാവും അല്ലേ? അവർക്ക് തേർഡ് അലോട്ട്മെന്റിൽ ഒരു പുതിയ സ്കൂൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളും ഒക്കെ വാങ്ങി പഴയ സ്കൂളിൽ നിന്ന് പുതിയ സ്കൂളിലേക്ക് പോവുക. അപ്പൊ പുതിയ സ്കൂളിൽ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെ നിങ്ങൾ സ്ഥിര പ്രവേശനമാണ് നേടേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, തേർഡ് അലോട്ട്മെന്റിന് ശേഷം താൽക്കാലിക പ്രവേശനം എന്നൊരു ഓപ്ഷൻ ഇല്ല. അവിടെ കഴിഞ്ഞു. തേർഡ് അലോട്ട്മെന്റോടുകൂടി ഫസ്റ്റ് നിങ്ങൾ ആ പ്രോസസ് അവിടെ കഴിയാണ്. നിങ്ങൾ നിർബന്ധിതരാണ് പോവാൻ. ഓക്കെ, ഹയർ ഓപ്ഷൻ ആണ് നിങ്ങൾ കിട്ടിയതെങ്കിൽ നിങ്ങൾ അവിടെ പോകണം. ഇനി നിങ്ങൾക്ക് ഹയർ ഓപ്ഷൻ കിട്ടിയില്ല, ഓൾറെഡി ഉള്ള സ്കൂളിൽ തന്നെയാണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം? ആ സ്കൂളിൽ ചെന്ന് നിങ്ങൾ ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ച് അവിടെ നിങ്ങൾ സ്ഥിര പ്രവേശനം നേടുക. സെക്കൻഡ് അലോട്ട്മെന്റ് കഴിഞ്ഞിട്ട് തേർഡ് അലോട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് നോ ചേഞ്ച് ആണ് നിങ്ങൾ കാണിക്കുന്നത്. അങ്ങനെയാണ് നിങ്ങൾ അവിടെ സ്ഥിര പെർമനന്റ് അഡ്മിഷൻ എടുത്തേ മതിയാവുള്ളൂ. വേറെ ഒരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഏത് കുട്ടികളാണെങ്കിലും തേർഡ് അലോട്ട്മെന്റിന് ശേഷം സ്ഥിര പ്രവേശനമാണ്. അല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് എന്തായാലും നിങ്ങളെ പുറത്താക്കും. സ്ഥിര പ്രവേശനം അതിൽ അവർക്ക് ഉണ്ടാകുന്ന ഡൗട്ട് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ തേർഡ് അലോട്ട്മെന്റിലേക്ക് അവർക്ക് ഇഷ്ടമുള്ള സ്കൂളല്ല കിട്ടിയത്, അവരായിരിക്കും അവിടെ പോകണ്ട, ഞങ്ങൾക്ക് സപ്ലിമെന്ററി അപേക്ഷിക്കാന്ന് വിചാരിക്കും. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഇനി കോഴ്സ് മാറ്റമോ സ്കൂൾ മാറ്റമോ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ട്രാൻസ്ഫർ അലോട്ട്മെന്റ് ആണ്. അത് സപ്ലിമെന്ററിക്ക് ശേഷമാണ് വരുന്നത്. അത് നിലവിൽ ഏതെങ്കിലും സ്കൂളിൽ +1 പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ളതാണ്. സോ ഒരു സ്കൂളിൽ സ്ഥിര പ്രവേശനം നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ എന്തിന് സപ്ലിമെന്ററി അലോട്ട്മെന്റ് പരിഗണിക്കുമല്ലോ, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല സപ്ലിമെന്ററിക്ക്. അപ്പൊ അത്രയ്ക്ക് പ്രസ് ചെയ്ത് പറയാൻ കാരണം അത്ര ഇമ്പോർട്ടന്റ് ആണ്. അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോലെ, അതുകൊണ്ട് മക്കൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇനി തേർഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അഡ്മിഷൻ കിട്ടുന്ന ഒരുപാട് കുട്ടികൾ എന്തായാലും ഉണ്ടാകും. ആ കുട്ടികൾ എന്ത് ചെയ്യുക? പുതുതായിട്ട് ഏത് സ്കൂളിലാണോ കിട്ടിയത് ആ സ്കൂളിൽ ചെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ഫീസും ഒക്കെ അടച്ച് സ്ഥിര പ്രവേശനം നേടുക. നിങ്ങൾക്ക് ഒരിക്കലും താൽക്കാലിക പ്രവേശനം എന്നൊരു ഓപ്ഷൻ ഇല്ല. കുഞ്ഞുമക്കൾക്ക് നിങ്ങൾക്ക് മാത്രമാണ് ടെമ്പററി അഡ്മിഷൻ എന്നുള്ള ഓപ്ഷൻ ഇല്ലാത്ത ഒരു കാറ്റഗറി നിങ്ങൾ മാത്രമായിരിക്കും അല്ലേ? അപ്പൊ തേർഡ് അലോട്ട്മെന്റോടെ എല്ലാ ആളുകളും നിലവിൽ പ്രവേശനം കിട്ടി, അത് ഫസ്റ്റിൽ കിട്ടിക്കോട്ടെ സെക്കൻഡിൽ കിട്ടിക്കോട്ടെ ഇനി വരാൻ പോകുന്ന തേർഡ് അലോട്ട്മെന്റിൽ ആയിക്കോട്ടെ, പ്രവേശനം കിട്ടിയ എല്ലാവരും സ്ഥിര പ്രവേശനം നേടുക. പിന്നീട് ട്രാൻസ്ഫർ, അതായത് കോഴ്സും സ്കൂളും ഒക്കെ മാറാം. അതിനെ കുറിച്ച് നമ്മൾ കുറച്ച് പേർക്ക് സബ്ജക്ട് സയൻസ് എടുക്കാൻ ആഗ്രഹിച്ചു, പക്ഷേ കൊമേഴ്സ് ആണ് കിട്ടിയത്, ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത്. ഇതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, വെയിറ്റ് ചെയ്യാൻ. അത് വേറെ അലോട്ട്മെന്റ് തന്നെയാണ്. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഇനി വരുന്ന ലൈവ് ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് എല്ലാം ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നിലവിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആരും ആയിക്കോട്ടെ തേർഡ് അലോട്ട്മെന്റിൽ ഏത് കോഴ്സും കിട്ടിക്കോട്ടെ, അലോട്ട്മെന്റ് പ്രോസസ്സിൽ നിന്ന് പുറത്താകരുത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുക. ഓക്കെ അല്ലേ? അതേപോലെ ഡേറ്റ്, തേർഡ് അലോട്ട്മെന്റിന്റെ ഡേറ്റ് ജൂൺ 16-നാണ് അല്ലേ? മറന്നു പോരുത്, 16-നാണ് കറക്റ്റ്. നിങ്ങൾ മറന്നുപോയാലും ഞങ്ങൾ നിങ്ങളെ ഓർമ്മിക്കും. എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് പ്രോപ്പർ ടൈമിൽ നിങ്ങളെ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ. അതേപോലെ ഇതുവരെ അഡ്മിഷൻ കിട്ടാത്ത കുട്ടികൾ യാതൊരു കാരണവശാലും പേടിക്കേണ്ട. ഇനി തേർഡിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിലും സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഉണ്ട്, അതിന് പുതുതായിട്ട് അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നമ്മളൊരു നിങ്ങൾക്ക് മാത്രം ഇതുവരെ അഡ്മിഷൻ കിട്ടാത്തവരും എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ആർക്കൊക്കെയാണ് അതെല്ലാം നമ്മളൊരു വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. കാരണം എല്ലാം കൂടി ചെയ്ത് കൺഫ്യൂഷൻ ആണ്. അപ്പോൾ തേർഡ് അലോട്ട്മെന്റിനെ കുറിച്ചാണ് ഇപ്പൊ പറയുന്നത്. ഒരു ഡൗട്ടും ഇല്ലാന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ബൈ.